ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെല്ലിൻ്റെ ഒരു ഓർഗനലായിട്ടുള്ള ന്യൂക്ലിയസിനെ കുറിച്ചും ക്രോമസോമിനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ സെല്ലിൻ്റെ മറ്റൊരു ഓർഗനൽസ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണെന്ന് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണെന്നൊന്ന് നോക്കിയാലോ? ഓക്കെ, സെല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം, ഇങ്ങനെ ചുരുങ്ങി ഒരു പാമ്പ് കിടക്കുന്നത് പോലൊരു സാധനം സെല്ലിനകത്ത് കിടക്കുന്നുണ്ട്. അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഈ പിക്ചർ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അതായത് ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിന്ന് തുടങ്ങി സെൽ മെംബ്രെയിൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പോയിൻ്റ് വൈസാണ് എഴുതിയിരിക്കുന്നത്. പാരഗ്രാഫായിട്ട് പഠിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ പോയിൻ്റായിട്ട് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കാം, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് വായിക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് എ നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ട്യൂബുലാർ സ്ട്രക്ചർ ഇൻ സൈറ്റോപ്ലാസം. അതായത് ഈ മെംബ്രെയിനിൽ ചുറ്റപ്പെട്ട ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നു അല്ലേ? അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന മെംബ്രെയിൻ കൊണ്ടുള്ള ഈ ട്യൂബുലാർ സ്ട്രക്ചറിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം സെൽ മെംബ്രെയിൻ ടു ന്യൂക്ലിയർ മെംബ്രെയിൻ. അത് എവിടെ നിന്ന് തുടങ്ങുന്നു? സെൽ മെംബ്രെയിൻ മുതൽ ന്യൂക്ലിയർ മെംബ്രെയിൻ വരെ ഇങ്ങനെ ചുരുങ്ങി മടങ്ങി ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ദെൻ തേർഡ് പോയിന്റിൽ പറയുന്നു, ഇറ്റ് എക്സിസ്റ്റ് ആസ് ഫ്ലാറ്റൻഡ് സാക്ക് കോൾഡ് സിസ്റ്റേർനെ, അൺബ്രാഞ്ച്ഡ് ട്യൂബ്യൂൾസ് ആൻഡ് ഓവൽ വെസിക്കിൾസ്. അതായത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സാക്കുകളായി കാണപ്പെടുന്നതിനെ ആണ് സിസ്റ്റേർനെ എന്ന് പറയുന്നത്. ഓക്കെ, അത് പോയിട്ട് വേറെ ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നതെന്ന് പല രീതിയിൽ പല സ്ട്രക്ചറിലൊക്കെ കാണപ്പെടുന്നുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം ഫ്ലാറ്റൻഡ് സാക്കായി കാണപ്പെടുന്നതിന് എന്താ പറയുന്നത്? സിസ്റ്റേർനെ എന്നാണ് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ അൺബ്രാഞ്ച്ഡ് ട്യൂബ്യൂൾസ്, ബ്രാഞ്ച് ഒന്നുമില്ലാത്ത ട്യൂബ്യൂളായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഒരു ഫോമിൽ സെല്ലിനകത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു രൂപമാണ് ഓവൽ വെസിക്കിൾ. ഓവൽ ഷേപ്പിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ എണ്ണം കുറവായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എങ്ങനെ ഫോൾഡ് ചെയ്ത് ബിഗായി കാണുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ മുതൽ സെൽ മെംബ്രെയിൻ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കൂടാതെ ചെറിയ സാക്കുകളായിട്ടും ഓവൽ വെസിക്കിളായിട്ടും ഒക്കെ ചെറിയ ട്യൂബ്യൂൾസ് ആയിട്ടുമൊക്കെ നമുക്ക് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാൻ സാധിക്കുന്നു. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ 2 ടൈപ്സിൽ കാണാൻ സാധിക്കുന്നു, റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അതായത് രണ്ടായിട്ട് കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മുകളിൽ റൈബോസോം കാണുന്നുണ്ടെങ്കിൽ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും, റൈബോസോം കാണുന്നില്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ റഫും സ്മൂത്തുമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ഇൻ ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനാണ് സഹായിക്കുന്നത്? സെൽസിനകത്തുള്ള പല ട്രാൻസ്പോർട്ടേഷനും സഹായിക്കുന്നത് അല്ലേ? അപ്പം സെൽസിനകത്തുള്ള പല മോളിക്യൂൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അണ്ടർസ്റ്റുഡ്?
Then next point, it provide മെക്കാനിക്കൽ സപ്പോർട്ട് ടു സൈറ്റോപ്ലാസ്മിക് മാട്രിക്സ്. അതായത് ഒരു മെക്കാനിക്കിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാം കറക്റ്റായി നടക്കുന്നതിന് മെയിനായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുണ്ട്. അപ്പോൾ ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൽ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മൈക്രോബോഡീസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ഗോൾജി കോംപ്ലക്സ്. ഇത് മൈക്രോബോഡീസൊക്കെ ഫോം ചെയ്യുന്നതിനും ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗോൾജി ബോഡീസ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസ് ഫോം ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡീടോക്സിഫിക്കേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് ഫോം ചെയ്യാനും ഒക്കെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കമ്പോസ്ഡ് ഓഫ് പാരലൽ ഫ്ലാറ്റൻഡ് സാക്ക് കവേർഡ് വിത്ത് ഗ്രാനുൾസ് കോൾഡ് റൈബോസോം. അതായത് റഫ് എൻഡോപ്ലാസ്മിക് പാരലായിട്ടുള്ള ഫ്ലാറ്റൻഡ് ഫോൾഡഡ് ആയിട്ടുള്ള സാക്കുണ്ട്. അതിനകത്ത് ചില ഗ്രാനുൾസ് ഉണ്ട്. ആ ഗ്രാനുൾസാണ് റൈബോസോം എന്ന് പറയുന്നത്. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സർഫേസിൽ കുത്തുകുത്തായി പറ്റിപ്പിടിച്ചിരിക്കുന്ന അതാണ് ഗ്രാനുൾസ്. അതിനെയാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈബോസോം ഉള്ളത് കൊണ്ടാണ് ഇതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ലാക്സ് റൈബോസോം. അതുപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ഈ റൈബോസോം കാണത്തില്ല, അല്ലെങ്കിൽ ലാക്ക് ഓഫ് റൈബോസോം ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് സ്റ്റീറോയിഡ് ആൻഡ് അതർ ലിപ്പിഡ്. അതുപോലെ തന്നെ സെൽസിന് അകത്ത് ഉള്ള ചില ഓർഗനൽസ് സ്റ്റീറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ലിപ്പിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യും? സ്റ്റീറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ലിപ്പിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ. വിച്ച് ഓർഗനൽസ് ഹെൽപ്സ് ടു സിന്തസൈസ് സ്റ്റീറോയിഡ് ആൻഡ് ലിപ്പിഡ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് ഓപ്ഷനിലുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ്, മാനുഫാക്ചർ ഓഫ് ദി സെൽ മെംബ്രെയിൻ. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സെല്ലിലുള്ള എല്ലാ മെംബ്രെയിൻസിൻ്റെയും മാനുഫാക്ചർ. അതായത് സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ, അതുപോലെ തന്നെ മറ്റു ഓർഗനൽസിൻ്റെ ഒക്കെ മെംബ്രെയിൻ എല്ലാം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അണ്ടർസ്റ്റുഡ്? ദെൻ നെക്സ്റ്റ് പോയിന്റ്, റഫ് എൻഡോപ്ലാസ്മിക് പ്രൊഡ്യൂസ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ ഓഫ് ദി plasma membrane and synthesize protein that are either packaged in other organelles such as lysosome or secreted from the cell. അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് പ്ലാസ്മ മെംബ്രെയിനിലെ ഫോസ്ഫോലിപ്പിഡിനെയും പ്രോട്ടീനെയും ഒക്കെ നിർമ്മിക്കുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ ലൈസോസോം എന്ന മറ്റൊരു ഓർഗനലാക്കി പാക്ക് ചെയ്യും, ഇല്ലെങ്കിൽ സെല്ലിൽ നിന്ന് ഇതിനെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം, ആരാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാകും. ഒന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ലൈസോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ആരാ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. Understood? Next point, rough endoplasmic reticulum is abundant in the cell that synthesize large amount of proteins such as antibody producing cells and cells of digestive glands. എന്ന് പറഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായി കാണപ്പെടുന്നത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസുകളിലും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻസിൻ്റെ സെൽസിലുമൊക്കെയാണ് കൂടുതലായിട്ട് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായി കാണപ്പെടുന്നത്. ഓക്കെ. അപ്പം അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിലും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ്
ഗ്ലാൻസിലുമൊക്കെയാണ് കൂടുതലായി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത്. Understood? Okay. Next, smooth endoplasmic reticulum is abundant in cells that engage in detoxification such as liver and kidney cells. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മെഡിസിനൊക്കെ കഴിക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലും ടോക്സിക് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് എവിടെ വന്നിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ലിവറിലും കിഡ്നിയിലുമൊക്കെ അല്ലേ? അവിടെ നിന്നാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ അതിനെ ഒരു ടോക്സിക് എഫക്റ്റ് നശിപ്പിക്കുന്നതിനെയാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നത് ഡീടോക്സിഫിക്കേഷനെയാണ്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണെന്നോ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ പോയിന്റിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ. ദെൻ smooth endoplasmic reticulum is abundant in testes and ovaries that synthesize steroid hormone. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്റ്റീറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു കേട്ടോ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ടെസ്റ്റിസിലും ഓവറിയിലും ഒക്കെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റീറോയിഡ് ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓക്കെ. Next point, skeletal and cardiac muscles contain more smooth endoplasmic reticulum that stores calcium and release it to trigger muscle contraction. അതുകൂടാതെ കാർഡിയാക് മസിൽസിനും സ്കെൽറ്റൽ മസിൽസിനും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് കൂടുതലായി കാണപ്പെടുന്നു. അതായത് കാർഡിയാക് മസിൽസിലും സ്കെൽറ്റൽ മസിൽസിനും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായിട്ട് കാണപ്പെടുന്നു. എന്തിനു വേണ്ടിയാ? കാൽസ്യം സ്റ്റോർ ചെയ്യാനും ആവശ്യാനുസരണം റിലീസ് ചെയ്യാനും ഒക്കെ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നുണ്ട് അല്ലേ? അതായത് മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു മിനറലാണ് കാൽസ്യം. അപ്പോൾ കാൽസ്യം കൂടുതലായിട്ട് വേണ്ട മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യാനും റിലാക്സേഷനും ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയാണ് കാൽസ്യം കൂടുതലായി അവിടെ വേണ്ടത്. അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിൽ റിലാക്സേഷനും കൺട്രാക്ട് ചെയ്യാനും ഒക്കെ കാൽസ്യം കൂടുതലായി വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ സ്കെൽറ്റൽ മസിൽസിലും കാർഡിയാക് മസിൽസിലും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായി കാണുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പം സ്കെൽറ്റൽ മസിൽസിലും കാർഡിയാക് മസിൽസിലും കൂടുതലായി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നു. എന്തിനു വേണ്ടിയാ? ടു സ്റ്റോർ കാൽസ്യം ആൻഡ് റിലീസ് ഇറ്റ് ഫോർ മസിൽ കൺട്രാക്ഷൻ. ഇത്രയുമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമ്മൾ കാണുന്ന പോയിന്റ്. ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നോട്ട്സ് നോക്കി പഠിക്കുക കേട്ടോ, നന്നായി പഠിക്കുക. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, മനസ്സിലാക്കി പഠിക്കണം. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യനൊക്കെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ റൈബോസോമിനെ കുറിച്ചും ഗോൾജി കോംപ്ലക്സിനെ കുറിച്ചും പെറോക്സിസോമിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്നായി പഠിക്കുക. സീ യു നെക്സ്റ്റ് ക്ലാസ്.